നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതി. ഇപ്പം രേണുസുതിനെ പറ്റി വളരെ വിവാദമായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാദം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവർക്ക് ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ലൈവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യക്തമായുള്ള അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് ഷഫീന ബീവിയുടെ ചാനലിൽ വന്ന ഒരു വോയിസ് ക്ലിപ്പുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ കേൾപ്പിച്ച് തരാം. അപ്പം ഇതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് രേണുസുതി എന്താണ് പറയുന്നത് നോക്കാം. അതിനെപ്പറ്റി നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്, ഞാൻ ഏത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോയത്, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. പിന്നെ നിങ്ങളെന്താ എന്നെപ്പറ്റി കുരയ്ക്കുന്നെന്നുള്ള രീതിയിൽ രേണുസുതി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ രേണുസുതിനെ പറ്റി പറഞ്ഞു. അപ്പോഴും ഇതേ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ആ വീഡിയോ ആണോ ഈ വീഡിയോ ആണോ എനിക്ക് അപ്പോൾ തോന്നുന്നത് അങ്ങനെയാണ്. ആ വീഡിയോ തന്നെ ആവും ഇത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. രേണുസുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വേറെ കണ്ടില്ലേ, അതാണ് ആ വീഡിയോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വന്നത് സഹിക്കാന്നല്ലാതെ ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശത്രുവിന് പോലും അല്ല, ഒരാൾക്കും രേണുസുതിക്കുന്നതല്ല, ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അസുഖം വരരുത്. കാര്യം അവരുടെ പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള നടപ്പും ഡാൻസൊക്കെ കണ്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു വിരോധം അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു വിരോധമൊന്നും രേണുസുതിനോടോ അല്ലാത്തവരോടില്ല. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വൈറലായിട്ട് ഇത് ചെയ്യാൻ തോന്നുന്നതും നമുക്ക് ആ വ്യക്തിയോടൊരു ദേഷ്യം വരുന്നത്. ഇനിയിപ്പം രേണുസുതിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ പോയിട്ട് രേണുസുതി അവിടെ ഏതോ ഡോക്ടർമാരെ കണ്ടിട്ട് ഏതോ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഷഫീന ബീവിയോട് വോയിസ് ക്ലിപ്പ് സംസാരിക്കുന്നുണ്ട്. ആദ്യം അവരെ നേരിട്ട് സംസാരിച്ച് പിന്നെ വോയിസ് ക്ലിപ്പ് വിടുന്നു. അപ്പോൾ ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. മറ്റേ അബ്ദുൽ ബ്ലോസ് ഇല്ലേ, അവന് അറിഞ്ഞത് ഞാൻ നേരത്തെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തുതരാം. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച. ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. കേട്ടല്ലോ, അതാണ് ആ വോയിസ് ക്ലിപ്പ്. പിന്നെ ഇത് രേണുസുതി അറിഞ്ഞുകൊണ്ടുള്ള അഭിനയമാണോ എന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ രേണുസുതിനെ പറ്റി വൈറലായിട്ട് എല്ലാവരും മോശമായിട്ടാണല്ലോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ചെയ്യുന്ന കോമാളിത്തരവും വൃത്തികേടും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെയുള്ള ആളുകളെ, രേണുസുതിനെ വെറുക്കുന്ന ആളുകളും രേണുസുതിനെ പറ്റി രേണുസുതിനെ പറ്റി നെഗറ്റീവ് വീഡിയോ ചെയ്യുന്ന ആളുകളും അത് യൂട്യൂബേഴ്സും ഒക്കെ ഇവർക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വൈറലായിട്ട് രേണുസുതി പറഞ്ഞ് ആരെക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ സിമ്പതി പറ്റാനാണോ? അതുപോലെ തന്നെ രേണുസുതിയുടെ ആരാധകരുണ്ട്, രേണുസുതിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നാട്ടുകാരായാലും വീട്ടുകാരായാലും അല്ല ആരെങ്കിലും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ സിമ്പതി കിട്ടാനൊക്കെ ആയിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയൊരു നുണപ്രചാരണമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് സത്യമാണോ നുണയാണോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പിന്നെ ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്ന ആ പെൺകുട്ടി പറയുന്നു, പിന്നെ അവരുടെ ചേച്ചി ആണ് അവിടെ ഡോക്ടറല്ല, അവിടെ ഒരു നേഴ്സോ എന്തോ ഒരു സ്റ്റാഫാണ്. അപ്പം അവരുടെ ഈ ഷഫീന ബീവി ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്, പിന്നെ അവിടുത്തെ ഈ രോഗിയുടെ ഡീറ്റെയിൽസ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു രോഗിയുടെ ഡീറ്റെയിൽസ് ഒരു ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ ഈ പുറത്ത് വിടാൻ പറ്റത്തില്ല. ഈ ഷഫീന ബീവിക്ക് അത്രയും പോലും ആലോചിക്കാനുള്ള ഒരു ബുദ്ധി ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രോഗിയായിട്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും അല്ലെങ്കിൽ അത് നമ്മളുമായിട്ട് സംസാരിക്കാൻ ഡോക്ടർമാർക്ക് അവകാശമുള്ളൂ, അല്ലെങ്കിൽ നഴ്സുമാർക്ക് അവകാശമുള്ളൂ. പുറത്തൊരാൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ചോദിക്കാനും ഒരു ന്യൂസ് ചാനലുകാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് രോഗിയുടെ പെർമിഷൻ
അവരുടെ ഒപ്പമുള്ള ആൾക്കാരുടെ പെർമിഷൻ അനുവാദമൊക്കെ വേണം. അതുപോലെ ആലോചിക്കാനുള്ള ബുദ്ധി ഷെബീബിനെ ബീവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവർ അത്ര നല്ല സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവരുടെ പല വീഡിയോയും കണ്ടിട്ടുണ്ട്. ഇവർ പലതരം തെറി പിടിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇവരുടെ ഏറ്റവും ദേഷ്യം തോന്നുന്നു ഇവർ പണ്ടേ ആ ബൈബിളിനെ പറ്റി കുറ്റം പറഞ്ഞു. ബൈബിള് പിന്നെ എന്താ അനീതിപരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, മതഗ്രന്ഥമാണ്. നമുക്ക് ഖുറാനായാലും ബൈബിളായാലും ഭഗവത്ഗീത രാമായണമായാലും ഇതൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഈ ദൈവത്തിൻ്റെ ഗ്രന്ഥം തന്നെയാണ്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഇവരോട് ചൊറിച്ചിട്ട് തുടങ്ങിയതാണ്. മനസ്സിലായില്ലേ? എന്തായാലും രേണുസുതി പെൺകുട്ടിയോട് പേര് ചോദിക്കുന്നു. ആ പെൺകുട്ടി വോയിസ് മെസ്സേജിലോ ഈ കമൻറ്റിലൊക്കെ ഇവിടെ പേരടക്കമാണ് കൊടുത്തിട്ടിരിക്കുന്നത്. പിന്നെ ഇവർ പേര് ചോദിക്കുന്നതിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ഇപ്പോൾ അസുഖമുള്ള ഒരു ആൾ ചെയ്യുന്ന പോലെ ഒന്നും അല്ല രേണുസുതി ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പഴയ കോപ്രായങ്ങളും വീഡിയോകളും ഒക്കെ ഡാൻസും വയറുകാട്ടിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്കത് കാണാം. ഒന്ന് കണ്ടോക്കി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളവരാണ് എന്നെ ഇഷ്ടമുള്ളവരൊന്നും ഇഷ്ടമാണെന്ന് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ല. എന്നെ ഇഷ്ടമുള്ള ആള് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു പേഷ്യൻ്റ്, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഇപ്പം അങ്ങനെ കിടന്ന് തുള്ളിച്ചാടുക. ഇനിയിപ്പോൾ രേണുസുതി ഇപ്പോൾ ഇവരായിട്ട് നുണ ഉണ്ടാക്കി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഈ നുണ പറഞ്ഞാൽ ശരിക്കും അനുഭവിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരക രോഗമാണെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഇവർ കൊണ്ട് നടക്കുന്നത്. അത് കളി കാര്യമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രേണുസുതി പിന്നെ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആവും. മനസ്സിലായില്ലേ? വെറുതെ എന്നല്ല, യാഥാർത്ഥ്യമാവും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ശരിക്കും അനുഭവിക്കേണ്ടി വരും. ഇത് ഞാൻ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശ്വരനോടും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഈ രേണുസുതിനെ ഈ ഡാൻസൊക്കെ കണ്ടിട്ട് ഒരു ഞരമ്പ് രോഗി, കാരണം ഞരമ്പന്മാരാണല്ലോ രേണുസുതിനെ അധികം സമീപിക്കുന്നത്, അല്ലാതെ നല്ല ആളുകളൊന്നും സമീപിക്കത്തില്ലല്ലോ. അപ്പം ബ്രാ കാണിച്ചു തരുമോ, അവിടെ കാണിച്ചു തരുമോ, ഇടുപ്പ് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വോയിസ് ക്ലിപ്പുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ചേച്ചീനെ ആണ് ഇഷ്ടം, ബ്രാ കാട്ടുമോ? ചേച്ചിയോടൊരുത്തൻ ചോദിച്ച ചോദ്യമാ, നട്ടലുള്ളവൻ ചോദിച്ച ചോദ്യമാ. നട്ടലുള്ള രേണുസുതി അത് കണ്ടു. ശരി, അടുത്ത ചോദ്യം. ഹിപ്പ് 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 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിനല്ലേ ഹിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ചേച്ചിയുടെ ഹിപ്പ് കാണീര്. ചേച്ചി എനിക്ക് മൂഡായി. നട്ടലുള്ള രേണുവിനോട് നട്ടലുള്ളൊരുത്തൻ ചോദിച്ചതാ, ബ്രാ കാട്ടുമോ? ഇതാണ് കേട്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഞരമ്പന്മാരൊക്കെയാണ്. അപ്പം ഈ രേണുസുതിയുടെ കാര്യമായതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേറെ ഒരാളെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ജീവിക്കാനായിട്ട് പല അടവുകളും പയറ്റി തെളിഞ്ഞവളാണ്. അപ്പോൾ ഇവൾ ഇപ്പോൾ ഈ ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ടുള്ള ഒരു നുണ പറഞ്ഞാണെന്ന് നേരത്തെ പറഞ്ഞവർ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കളി കാര്യമായി കഴിഞ്ഞാൽ രേണുസുതി ശരിക്കും അനുഭവിക്കുക തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കായാലും നമ്മൾ പല ആളുകളെയും നമുക്ക് എതിർപ്പുണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ വിമർശിക്കും. പക്ഷേ ഇത് ശത്രുക്കൾക്ക് പോലും വരരുത്. ഇനി പണ്ട് പുലി വരുന്നതെന്ന് പറഞ്ഞ പോലെ ഒരു ചെറുക്കൻ അന്നൊരു ഈ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു കഥ. ആ കഥയിൽ പുലി വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരുപാട് ആൾക്കാർ ഓടി വരുന്നു പുലിനെ തല്ലിക്കൊല്ലാനും ഓടിക്കാനും ആയിട്ട്. പക്ഷേ പുലി വരുന്നില്ല. അപ്പോൾ ഇവർ തിരിച്ചു പോയി. അപ്പോൾ ഇവരെ പൊട്ടനാക്കിയതാണ്. അത് കഴിഞ്ഞ് പിന്നെയും പുലി വരുന്നതെന്ന് പറഞ്ഞു. ആൾക്കാരും വന്നില്ല. പുലി വന്നിട്ട് ഇവൻ്റെ ആടുകളെ മുഴുവൻ കടിച്ച് കൊന്നു തിന്നുന്ന ഒരു കഥ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. രേണുസുതി വെറുതെ നുണ പറഞ്ഞ് വെറുതെ വൈറലായാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നിർത്തിക്കോ. അസുഖം മാരകമായിട്ടുള്ള രോഗം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. മനസ്സിലായിക്കോ? നിസ്സാര ഒരു പനി പോലും ഒരു മനുഷ്യന് വരരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വന്നു കഴിഞ്ഞാൽ പനിയുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. നിസ്സാര ഒരു പനി വരുമ്പോൾ നമ്മുടെ ആ ആരോഗ്യം പോകും, നമ്മൾ ടയേർഡായി പോകും. അതാണ് പനിയുടെ ഒരു ലക്ഷണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാരക രോഗം വെച്ചിട്ട് നിങ്ങൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 8ന്റെ പണി തന്നെ കിട്ടും. പിന്നെ നമ്മുടെ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, പല നടന്മാരും ഇപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലൊക്കെ അസുഖമായിട്ട് ഇങ്ങനെ ക്യാൻസർ രോഗിയായിട്ടൊക്കെ അഭിനയിക്കുന്നത്. അത് അവരുടെ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും വിജയത്തിൻ്റെ ഭാഗമായിട്ടും അവർക്ക് ആ സിനിമയിൽ അങ്ങനത്തെ ഒരു റോൾ അഭിനയിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞവരെ നിങ്ങൾ ഇത് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പണി പാളിപ്പോകും. മനസ്സിലായില്ലേ? ശരി, എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഗുഡ് ബൈ.